ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ചെറിയ രീതിയിൽ എന്താ പറയുക, ഏറ്റവും രാവിലെ തന്നെ കിച്ചണിൽ കയറിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു പൊട്ടറ്റോ ചിക്കൻ കറിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോർമലി ചിക്കൻ കറി വെക്കുന്നത് പോലെ തന്നെ വെച്ചു. ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ, കുറച്ച് പൊട്ടറ്റോ പീസസും കൂടെ ഈ കറിയിലേക്ക് ഇട്ടു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ചിക്കൻ കഴിക്കുന്നതിലും ഭയങ്കര ടേസ്റ്റാണ് ഈ ചിക്കൻ കറിയിലെ പൊട്ടറ്റോസ് എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കുറച്ച് ടൈം എടുത്ത് വെച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയൊക്കെ കുറച്ച് കൂടുതൽ ക്രഷ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റി, പിന്നെ ഏറ്റവും ആദ്യം ഉലുവൊക്കെ പൊട്ടിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ചിക്കൻ കറി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് ചായയാണ് വെച്ചിരിക്കുന്നത്. എനിക്കും ഇക്കാക്കും ഓരോ ഗ്ലാസ് ചായയാണ് വെച്ചിരിക്കുന്നത്. തേയിലപ്പൊടിയും ഏലക്കായും അതുപോലെ തന്നെ മധുരവും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെറ്റായി. പൊട്ടറ്റോയും ചിക്കനും എല്ലാം നന്നായിട്ട് വെന്ത് കഴിക്കാനുള്ള പാകം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് സെർവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ചിക്കൻ കറിയുടെ കൂടെ ഞാനിന്ന് കഴിക്കാൻ എടുക്കുന്നത് ഇടിയപ്പമാണ്. പിന്നെ ഇക്കാക്ക് കഴിക്കാനൊക്കെ ഉള്ളത് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ എടുക്കുകയാണ്. ഒരു ഈവനിങ് ഇപ്പോൾ പാൽച്ചായ അങ്ങനെ കുടിക്കാറില്ല. ഒരു ദിവസം ഒരു നേരമാണ് പാൽച്ചായ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ അത്യാവശ്യം വലിയ ഒരു കപ്പ് ചായ എടുക്കും. പിന്നെ എനിക്ക് കഴിക്കാനുള്ള നല്ല ചൂട് ഇടിയപ്പം, 2 ചൂട് ഇടിയപ്പം എടുക്കുവാണ്. പിന്നെ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുറച്ച് സ്പൈസിയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ചില്ലി അത്യാവശ്യം പച്ചമുളകും നന്നായിട്ട് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് നല്ല ടേസ്റ്റ് കുറച്ച് നല്ല രീതിയിൽ കുറച്ച് സ്പൈസ് മുന്നിൽ നിൽക്കാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂട് ചായയുടെ കൂടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറി അപ്പത്തിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ ഒരു പീസ് ചിക്കനും എടുത്തു, കൂടുതൽ പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കായ്ക്ക് ശരിക്കും പറഞ്ഞാൽ പൊട്ടറ്റോ വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഈ ഒരു കറിയിലേക്ക് എഗ്ഗ് ബോയിൽ ചെയ്തിടുക, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഇടുക, അതൊക്കെ വളരെ നല്ലതാണ്. എനിക്കും മോക്കും ഇതിലത്തെ പൊട്ടറ്റോസ് എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറിയിലെ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ആദ്യം തന്നെ ഒരു കപ്പ് ചൂട് ചായ, നല്ല ഏലക്കയൊക്കെ ഇട്ടിട്ട് നല്ല പതിപ്പിച്ച് നല്ല ചൂട് ചായ. പിന്നെ 2 ഇടിയപ്പം. ആ ഇടിയപ്പത്തിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് കറിയൊക്കെ ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര അത്യാവശ്യം ഗ്രീൻ ചില്ലിയും കാശ്മീരി ചില്ലി പൗഡറൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള കറി. ചിക്കൻ എടുത്ത് കഴിക്കുന്നതിലും ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഗ്രേവി കൂട്ടിയിട്ട് ആ പൊട്ടറ്റോസ് ഉടച്ച് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് ചപ്പാത്തിക്ക്, അതുപോലെ തന്നെ വെള്ളയപ്പത്തിന് ഒക്കെ അടിപൊളി. നമ്മുടെ പൂരി എല്ലാത്തിനും നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു പൊട്ടറ്റോ ചിക്കൻ കറി. പൊട്ടറ്റോ ചിക്കൻ കറി എന്നല്ല, മട്ടൻ ഒരു 4-5 പീസ് മട്ടൻ ചേർത്തിട്ട് നമുക്ക് കൂടുതൽ പൊട്ടറ്റോ ഇട്ടിട്ട് ഇതുപോലെ കറി വെക്കാം. അതുപോലെ തന്നെ കുറച്ച് പീസ് ബീഫ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചിട്ട് പിന്നെ ബീഫും പൊട്ടറ്റോയും കൂടെ ഒരുമിച്ച് റെഡിയാക്കി നമുക്കിങ്ങനെ കറി വെക്കാം. ചിക്കൻ ആകുമ്പോൾ പിന്നെ പൊട്ടറ്റോയും ചിക്കനും കൂടെ ഒരുമിച്ച് കറി വെച്ചാൽ മതി. ഏകദേശം രണ്ടും ഒരേ വേവാണ്. പക്ഷേ ബീഫും മട്ടനും ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ആ ഒരു മീറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം പിന്നീട് ഇതുപോലെ ഒരുമിച്ച് തട്ടിപ്പൊത്തി പൊട്ടറ്റോ അരിഞ്ഞ് കറി വെക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇടിയപ്പവും നന്നായിട്ട് ഗ്രേവിയും ചിക്കനും പൊട്ടറ്റോയും എല്ലാം കൂടെ ചേർത്തിട്ട് എൻജോയ് ചെയ്ത് നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രഷ്ലി പ്രിപ്പേർഡ് കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കറി. അപ്പോൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേന്, അതായത് ഡിന്നറിന് കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഡിന്നറിന് എടുക്കാം. പിന്നെ ഇത് നൈസ് പത്തിരിക്ക് അടിപൊളി കോമ്പിനേഷനാണ്. നൈസ് പത്തിരിക്ക്
സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ബീഫിൻ്റെ കൂടെയും അതുപോലെ തന്നെ മട്ടൻ്റെ കൂടെയൊക്കെ പൊട്ടറ്റോ ഇട്ടതുപോലെ കറി വെക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞാലിപ്പൂവൻ പഴം കഴിച്ചു. പിന്നീട് ലഞ്ച് ടൈം ആയപ്പോഴത്തേനും ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് കുക്കുംബറും അതുപോലെ തന്നെ സവോളയും കൂടെ കട്ട് ചെയ്തതാണ്. ഒരു സാലഡ് പോലെ ജസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ ചിക്കൻ കറി. പിന്നെ ഇത് നമ്മുടെ കേർഡ്, പിന്നെ ഇത് അമ്മച്ചിയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ, കട്ട് മാംഗോ പിക്കിള്, പിന്നെ പിന്നെ എന്നാ നമ്മൾ പപ്പടം പൊരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴം, ഞാലിപ്പൂവൻ പഴം എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ് അത് എനിക്ക് ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ഗീ റൈസാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഗീ റൈസ് കുറച്ച് എക്സ്ട്രാ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഗീ റൈസ്, അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഗീ റൈസ് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ 2 കപ്പ് ഗീ റൈസാണ് വെച്ചത്. അപ്പോൾ 2 കപ്പ് ഗീ റൈസ്, ഇപ്പോൾ 1 കപ്പാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേന് കറക്റ്റാണ്. അപ്പോൾ 2 കപ്പ് ആയതുകൊണ്ട് 2 ദിവസത്തേന് ഗീ റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ഗീ റൈസിൻ്റെയും ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കുറേ കുക്കുംബറും കുറേ സവോളയൊക്കെ ഇങ്ങനെ അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാലഡ് കഴിക്കുമ്പോഴത്തേനും ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ക്യാരറ്റ് ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തില്ല. എനിക്ക് ക്യാരറ്റ്, കുക്കുംബർ, സവോളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ലീഫ് ഉണ്ടല്ലോ, ഒരു തരം ലീഫി വെജിറ്റബിൾസ്, അത് ഹെൽത്ത് വൈസ് ഒരുപാട് നല്ലതാണ്. പക്ഷേ എനിക്ക് അത് കഴിക്കുന്നതിനേക്കാളും ഒക്കെ ഇഷ്ടം ക്യാരറ്റും കുക്കുംബറും സവോളയൊക്കെ കഴിക്കാനാണ്. അപ്പോൾ ഇക്കായ്ക്കും സാറായ്ക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ എടുത്തു, കഴിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഗീ റൈസ്, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വെച്ച് കൊടുത്തു. പിന്നീട് കുറച്ച് സാലഡ് എടുക്കുന്നുണ്ട്, കുറച്ച് കുക്കുംബറും അതുപോലെ തന്നെ സവോള കട്ട് ചെയ്തതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കറികളായിട്ടുള്ള എല്ലാ ഐറ്റംസും സൈഡിലേക്ക് വെക്കുന്നുണ്ട്. പൊട്ടറ്റോ ചിക്കൻ കറി, അപ്പം പൊട്ടറ്റോ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്. ഈ നെയ്ച്ചോറിൽ പൊട്ടറ്റോ അങ്ങ് ഉടച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കറി പൊട്ടറ്റോയും ചിക്കനും ചേർന്നിട്ടുള്ള കറിയും അതുപോലെ തന്നെ മാങ്ങ അച്ചാറും കുറച്ച് തൈരും കുറച്ച് പപ്പടവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള രാവിലെ കുക്ക് ചെയ്തു. രാവിലെ അത്യാവശ്യം കുക്കിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫുഡ് വെച്ചല്ലോ, ഈ ഒരു കറി വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫ്രീ ആയി. അപ്പോൾ ഉച്ചയ്ക്കെന്ന് പറയുന്നത് ഇന്നലത്തെ ഗീ റൈസും ഉണ്ടായിരുന്നു, ഇന്ന് രാവിലത്തെ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ നേരവും ഹെവി കുക്കിംഗ് നമ്മൾ പിടിക്കാറില്ല. ഏതെങ്കിലും ഒരു നേരം കുക്കിംഗ് ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത നേരം എന്ന് പറയുന്നത് ഫ്രീ ആകാൻ നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇന്ന് ഫ്രഷായിട്ട് കറി വെച്ചു. അപ്പോൾ ആ കറി തന്നെ ഇന്ന് ലഞ്ചിനും ഡിന്നറിനും എടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുക്കിംഗ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് നേരം കിച്ചണിൽ കിടന്നിട്ട് നമുക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കുക്കിങ്ങിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പിന്നെ കുക്കിംഗ് എന്ന് പറയുന്നത് മാക്സിമം ആസ്വദിച്ച് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു നേരം കുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള നേരങ്ങളിൽ ഫ്രീ ആവാൻ നോക്കും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ ഗീ റൈസും അതിലത്തെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഗീ റൈസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഗീ റൈസ് കുറച്ച് പോലും ബാക്കി വന്നില്ല. 2 ദിവസമായിട്ട് കംപ്ലീറ്റ് നമ്മളെടുത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് സമയം എടുത്ത് വെച്ചെങ്കിൽ ഗീ റൈസും കാര്യങ്ങളൊന്നും ബാക്കി വരത്തില്ല. തട്ടിക്കൂട്ടി വെക്കുമ്പോഴത്തേനും ഇത്രയും അങ്ങ് ചിലവാകാറില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സമയമെടുത്ത് നല്ല രീതിയിൽ വെച്ചു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫ്രൈഡ് ഓണിയനൊക്കെ ഗീ റൈസിൽ കുറച്ച് കൂടുതൽ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫ്രൈഡ് ഓണിയൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ചോറിലൊക്കെ കയറി പിടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഗീയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും എല്ലാം കൂടെ ചേർന്നിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗീ റൈസ് ആയിരുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞു ഗീ റൈസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഷെയർ ചെയ്യാമെന്ന്. എനിക്ക്
ടൈം കിട്ടിയില്ല. ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ എന്താണ് ഗീ റൈസിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേയിൽ വല്ലതും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊട്ടറ്റോ ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കാഷ്യൂനട്ടും പപ്പടവും അതുപോലെ തന്നെ സാലഡും കേടും പിക്കിളും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് വായിലേക്ക് വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു മിക്സഡ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര രുചികരമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ എൻജോയ് ചെയ്ത് ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഇതൊന്നും അടുപ്പിച്ചല്ല കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നൊരു കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്, ഒരു 10 മണിയായിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു 3-3:30 മണിയായപ്പോഴത്തേനുമാണ് ലഞ്ച് കഴിച്ചത്. പിന്നെ പിന്നീട് വൈകുന്നേരം ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേനും എന്ത് ചെയ്തു, പുറത്ത് പോയിട്ട് വന്നപ്പോൾ നല്ല അടിപൊളി മുട്ട പപ്സ് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ സെയിം ടേസ്റ്റിന് നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട പപ്സ് എന്ന് പറയുന്നത് ഇവിടെ ഡിബ്ബ ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ ആ ബേക്കറിയിൽ നമ്മൾ സാധാരണ സ്നാക്സൊക്കെ വാങ്ങിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ പല ബ്രാഞ്ചസ്, പല ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഷാർജയിലുള്ള ഡിബ്ബ ബേക്കറിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മളവിടെ പെട്ടെന്ന് തീർന്നൊക്കെ പോകാറുണ്ട്. അപ്പോൾ എന്താണേലും കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഞാൻ പറഞ്ഞു വിട്ടപ്പോൾ മുട്ട പപ്സ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് നല്ല രീതിയിലുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് ഉണ്ടല്ലോ, അത് ആ ഒരു സെയിം ടൈപ്പ് പപ്സ് ആണ് ഡിബ്ബ ബേക്കറിയിലുള്ളത്. പിന്നെ അതിനുശേഷം ഡിന്നറിനും ഒരു ചെറിയ കുക്കിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡിന്നറിന് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മുടെ പൊട്ടറ്റോ ചിക്കൻ കറിയും നൈസ് പത്തിരിയും എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സാറായ്ക്ക് ഇത് വേണം, ഈ ഒരു റെസിപ്പി വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ നിർബന്ധിച്ച് എന്നെക്കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുന്നതാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെയ്ത് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആൽഫ്രഡോ പാസ്ത അല്ലെങ്കിൽ വൈറ്റ് സോസ് പാസ്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇറ്റാലിയൻ റെസിപ്പി ആണ്. പക്ഷേ അതിൻ്റെ തനതായ രീതിയിലൊന്നും അല്ല ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റേതായ രീതിയിൽ ഇതിനെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മളുടെ ടേസ്റ്റ് ബഡ്സിന് പറ്റുന്ന രീതിയിൽ ഇതിൽ ചേർക്കാൻ പറ്റുന്ന കുറച്ച് എക്സ്ട്രാ ഐറ്റംസൊക്കെ ചേർത്തിട്ട് ഞാൻ ഒരു വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വൈറ്റ് സോസ് പാസ്തയ്ക്ക് സാറായ്ക്ക് ചിക്കൻ ചേർത്തിട്ടുള്ള പാസ്ത നൂഡിൽസ് അതൊന്നും അത്ര വലിയ താല്പര്യമില്ല. അതിൽ ചിക്കനും പാസ്തയൊക്കെ ഇടയ്ക്കെടുത്ത് മാറ്റി വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബോൺലെസ് ചിക്കനും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ഇന്ന് അവൾക്ക് ബ്രോക്കോളി, കോളിഫ്ലവർ ഈ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ബ്രോക്കോളി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉപ്പ് വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചു. അപ്പം നമ്മുടെ ബ്രോക്കോളി എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് വെൽ കുക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് പാസ്തയുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട. കാരണം നമ്മുടെ കോളിഫ്ലവർ എന്ന് പറയുന്നത് ഓൾറെഡി കുക്ക്ഡാണ്. പിന്നെ ഞാൻ ചെയ്തതെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്ത അപ്പുറത്തിരുന്ന് വേവുന്നുണ്ട്. ഒരു 8 to 10 മിനിറ്റ്സ് നമ്മുടെ പാസ്ത വേവണം. ഇതെന്ന് പറയുന്നത് പെന്നെ ഷേപ്ഡ് പാസ്തയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ചെറിയ സൈസുള്ള പാസ്ത എന്ന് പറഞ്ഞാൽ വേവ് വളരെ കുറവാണ്. 4 to 5 മിനിറ്റ്സ് ഒക്കെ മതി. ഇതെന്ന് പറയുന്നത് ഒരു 10 മിനിറ്റോളം വേകേണ്ട പാസ്തയാണ്. അത്യാവശ്യം തിക്കായിട്ടും അതുപോലെ അത്യാവശ്യം സൈസുള്ള പെന്നെ പാസ്തയാണ്. പിന്നെ നമ്മളിതാ ഒരു സൈഡിൽ പാസ്തയ്ക്കുള്ള സോസ് റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് പാൻ വെച്ചു. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നത് കുക്കിങ്ങിൽ നിന്ന് ഇപ്പോൾ കുറച്ച് കൊണ്ടുവരികയാണ്. പക്ഷേ ഇതുപോലത്തെ നഗറ്റ്സ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാസ്ത ഈ വക ഐറ്റംസിനൊക്കെ ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യും. കാരണം ഇതിനൊക്കെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലുണ്ടല്ലോ, അതായത് കോക്കനട്ട് ഓയിൽ, അങ്ങനെയുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലൊന്നും ഇതുപോലെയുള്ള ചൈനീസ് ഇറ്റാലിയൻ റെസിപ്പീസിനൊന്നും അത്ര നല്ലതല്ല. കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തനതായ നാടൻ ഐറ്റംസിനൊക്കെയാണല്ലോ കോക്കനട്ട് ഓയിൽ നല്ലത്. ബാക്കി ഇങ്ങനെയുള്ള ചൈനീസ് ഇറ്റാലിയൻ റെസിപ്പീസിനൊക്കെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിൽ അത്ര നല്ലതല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ആദ്യം ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കൂടുതൽ ബട്ടറാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടുതൽ ബട്ടറുമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ബട്ടർ മാത്രം വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ആ ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ബട്ടറിൽ മാത്രം ചെയ്തെടുക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലേക്ക് ചോപ്ഡ് ഗാർലിക്കും അതുപോലെ തന്നെ ചോപ്ഡ് ഒണിയനും ഇട്ടു. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് റോസ്റ്റ് പോലെ ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു 2 സ്പൂൺ മൈദ ആ ഓയിലും ബട്ടറിലും അതുപോലെ തന്നെ ഗാർലിക്, ഒണിയൻ എല്ലാത്തിലും ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു. അപ്പോൾ മൈദ എന്ന് പറയുന്നത് വേവണം കേട്ടോ, അത്യാവശ്യം വേവണം. അപ്പോൾ അതിനുശേഷം 1 കപ്പ് പാലൊഴിച്ചു. 1 കപ്പ് പാലൊഴിച്ചതിന് ശേഷം ഈ പാലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആവശ്യത്തിന് ഒറിഗാനോയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സോസ് എന്ന് പറയുന്നത് ഒന്ന് തിക്കാക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിന് ഒരു ഫ്ലേവറിന് വേണ്ടി, എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് പെപ്പർ പൗഡറാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടുന്ന് സാറ ഒക്കെ കഴിക്കുന്നത് കൊണ്ട് മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനിത് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറും കൂടി ഞാൻ ഈ സോസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇത് ഞാൻ ഇന്ന് എൻ്റേതായ രീതിയിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചിക്കൻ പൊരിച്ച് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. പിന്നെ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കലി ആഡ് ചെയ്യാം, മഷ്റൂംസ് ആഡ് ചെയ്യാം. നമുക്ക് ഇറ്റാലിയൻ റെസിപ്പീസിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ചൈനീസ് ഇത് ഈ പാസ്തയുടെ കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് ചേർക്കാവുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം, മഷ്റൂം, ബ്രോക്കോളി, അതുപോലെ തന്നെ കോളിഫ്ലവർ, ഇതൊക്കെ നമുക്ക് ചേർക്കാം. അപ്പം അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ, ഇപ്പം നിങ്ങൾക്ക് ഏത് വെജീസാണോ ഇഷ്ടം ആ വെജീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിൾ രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് മാത്രം. അപ്പോൾ പാസ്ത എന്നൊക്കെ പറയുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിന് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈസിലി അവൈലബിൾ ആണ്. പിന്നെ പാല്, അതുപോലെ തന്നെ ബട്ടർ, മൈദ എന്നൊക്കെ പറയുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഈസിലി നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പം ഇതൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം നമുക്കിത് ഈസി ആയിട്ട് കുട്ടികൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പാസ്തയും അതിലേക്ക് ആഡ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒറിഗാനോയും കൂടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ക്രീമി ആയിട്ടുള്ള സൂപ്പർ വൈറ്റ് സോസ് പാസ്ത അല്ലെങ്കിൽ ആൽഫ്രഡോ പാസ്ത എന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചീസ് എൻ്റെ കയ്യിൽ തീർന്നു പോയായിരുന്നു. നമ്മുടെ കയ്യിൽ കുറച്ച് ചീസ്, മോസറല്ല ചീസോ അതുപോലെ തന്നെ സ്ലൈസ് ഷീറ്റ് ചീസോ ചെഡാർ ചീസോ എന്ത് ചീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ലാസ്റ്റ് അത് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ചീസ് ഹീറ്റ് അടിച്ചിട്ട് അതും എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആയിക്കോളും. ആ ചീസും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സാറയുടെ ഫേവറേറ്റ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. ഇത് കഴിക്കത്തില്ല, ഇക്കാക്ക് വൈറ്റ് സോസ് പാസ്ത വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനും സാറയും ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത് ഈ ആൽഫ്രഡോ പാസ്ത അല്ലെങ്കിൽ ഈ വൈറ്റ് സോസ് പാസ്തയായിരുന്നു. ഇക്കാക്ക് ഞാൻ രാത്രി നമ്മുടെ പൊട്ടാറ്റോ ചിക്കൻ കറിയും പത്തിരിയുമാണ് കൊടുത്തത്. അപ്പോൾ ഇത് കണ്ടോ ഞാൻ കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. ആ ഒരു ഗാർലിക്കൊക്കെ എത്രത്തോളം കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. ഗാർലിക്കും ഒണിയൻ്റെയും ഒറിഗാനോടെയും അതുപോലെ തന്നെ ആ ഒരു ബട്ടറിൻ്റെയും അതുപോലെ തന്നെ എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഭയങ്കര ടേസ്റ്റ്. ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, ചൂട് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം എന്താണേലും കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ ഷുവറായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.